ജിമ്മിന് പോകാൻ ഇറങ്ങി, മഴ ചതിച്ചു. നല്ല മഴ വെച്ചാൽ നല്ല മഴ. ഞാൻ ഡെക്കാത്തലോണിൽ പോയിട്ട് കോട്ട് പാൻറ്റ് മാത്രം വാങ്ങിയില്ല, കോട്ട് മാത്രം മറ്റേ ഇവിടെ വരെയുള്ള കോട്ട് മാത്രം വാങ്ങിയിട്ട് വന്നു. അത് കാരണം ഇപ്പം നമുക്ക് പാൻറ്റ് നനഞ്ഞാൽ പിന്നെ വർക്കൗട്ട് ചെയ്യാനൊരു മൂഡും ഉണ്ടാവില്ല. ഇപ്പം എന്താ ചെയ്യുന്നത് ആലോചിച്ച് ഇങ്ങനെ നിൽക്കാം. നോക്കാം, മഴ കുറയുമ്പോൾ നമുക്ക് വേഗം പോവാം. ഓക്കെ, നമ്മൾ ബാഗൊക്കെ എല്ലാം എടുത്ത് സെറ്റായി പിന്നെ നേരെ ജിമ്മിലേക്ക് പോവാണ്. ചെറിയൊരു മഴയും കാര്യങ്ങളും പെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി എടുക്കാം. നമ്മൾ ജിമ്മിൻ്റെ താഴെത്തി. സോ നമ്മളെ ഈ മുകളിൽ കാണുന്ന ജിമ്മ്. സോ നമുക്ക് എന്തായാലും ജിമ്മിലേക്ക് പോകാം. എൻ്റെ വാട്ടർ ബോട്ടിൽ ഞാൻ താഴെ പിടിച്ചിട്ടുണ്ട്, കാരണം എന്ന് വെച്ചാൽ ഇതിൽ വെക്കാൻ സ്ഥലമില്ല. ജിമ്മിലെത്തി. സോ ഇതാണ് നമ്മുടെ ജിം ഏരിയ. നമുക്കെന്തായാലും ഷൂ ഇടാം, അത് കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാം. നമ്മളെ വർക്കൗട്ട് എന്ന് വെച്ചാൽ ഫുൾ ബോഡി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമ്മളെ ഷൂ ഇടാം. സോ ഗൈസ്, അപ്പം നമ്മളിപ്പം പാമ്പ് ചെയ്യാൻ പോവാണ്. സോ തുടങ്ങും. ഞാനിത് എപ്പോഴും ചെയ്യുന്ന വാമ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ജസ്റ്റ് ബോഡി ഒന്ന് ചൂടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒരു 5 to 10 മിനിറ്റ് നമ്മൾ എന്തായാലും വാമ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ തൊപ്പി വെക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വർക്കൗട്ടിൻ്റെ ഇടയിൽ മുടി അങ്ങും ഫുള്ള് ബാഡായിട്ടുണ്ടാവും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും മുടി, ഓരോ മുടിയും ഓരോ ലെവലിലേക്ക് നിൽക്കും. അതുകൊണ്ട് നമ്മൾ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് തൊപ്പി യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വാമ്പ് ചെയ്ത് നേരെ വർക്കൗട്ടിലേക്ക് വരും. നമുക്ക് പുഷ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കളിക്കാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ചെസ്റ്റ് പ്രസ് മെഷീൻ. ഓക്കെ, സോ നമുക്ക് എന്തായാലും ടവല് വിൽക്കാം. സോ നമ്മൾ ടവലും കാര്യങ്ങളും വിരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ വെയിറ്റ് ലോഡ് ചെയ്യാം, അതായത് നമ്മൾ അധികം വെയിറ്റ് ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, കുറേ നാളായി ഇതൊക്കെ അടിച്ചിട്ട്. നോക്കാം നമുക്ക്. ഓക്കെ, 1 2 5 നമ്മളെ ഉറപ്പ് കഴിഞ്ഞു. നമ്മൾ പ്രോപ്പറായിട്ടുള്ള എടുത്തിട്ടില്ല, കുറച്ച് സ്പീഡിൽ എടുത്തിരിക്കുന്നു. ശരിക്കും വെച്ചാൽ പ്രോപ്പറായി നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് പിടിക്കുക, എന്നിട്ട് മെല്ലെ എടുക്കുക, എന്നിട്ട് മെല്ലെ റിലീസ് ചെയ്യുക. അതായത് കൺട്രോൾഡ് ആയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, മെല്ലെ റിലീസ് ചെയ്യുക. ഓക്കെ, നല്ല ഷൈ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ജിമ്മിലൊന്നും വന്നിട്ട് ഇതുവരെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, നമുക്കപ്പം ഈ വർക്കൗട്ട് 3 കൊടുത്തിട്ട് അത് 4 കൊടുക്കണം. അങ്ങനെ ചെറിയ ചെറിയ വർക്കൗട്ട് മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. അപ്പോൾ നമുക്കിത് തുടങ്ങാം. Two, 5, 6, 3 റെപ്സ് അടിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു റെപ്സേ കാണിക്കുകയാണെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് കൂടും, അതുകൊണ്ടാണ്. ഓക്കെ, 3 സെറ്റ് അടിക്കുന്നുണ്ട്. സോറി, പറഞ്ഞാൽ മാറിപ്പോയി. അപ്പം നമുക്കിത് ഫിനിഷ് ചെയ്യാം, എന്നിട്ട് അടുത്ത വർക്കൗട്ട് തുടങ്ങാം. ഓക്കെ, സോ അപ്പം ഇനി നമുക്ക് കൊടുക്കാനുള്ള വർക്കൗട്ട് എന്ന് വെച്ചാൽ ഫ്ലൈസ് ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് ടവലൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം വെയിറ്റ് സെറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് ടവല് കഴിയുമ്പോൾ പോയി.
സോ നമ്മൾ ഒരു 25 ആണ് ആദ്യം ഇടുന്നത്, എന്നിട്ട് നോക്കാം. ഓക്കെ, நல்லா கரெக்டாக இருக்கும். செஸ்ட் எப்போ அப்ளை നമ്മളെ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത് കാരണം വെച്ചാൽ നമ്മൾ മാക്സിമം മെല്ലെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, കുറഞ്ഞ വെയിറ്റിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ചിലപ്പോൾ എൻ്റെ വോയിസിനൊക്കെ ഇടും നല്ല ലൗഡായിട്ട് കേൾക്കാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ നമുക്കിത് എന്തായാലും രണ്ടാമത്തെ സെറ്റ് അടിക്കാം. എന്തായാലും ഞാൻ എല്ലാ വർക്കൗട്ടിൻ്റെയും ഓരോ സെറ്റ് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. അപ്പം നമുക്കിത് രണ്ടാമത്തെ സെറ്റ് കളിക്കാം. അപ്പം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത വർക്കൗട്ടിൽ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ ഷോൾഡറിന് വേണ്ടിയിട്ട് വർക്കൗട്ടാണ്. നമ്മളിത് ഫസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അതിലൊന്നും വെയിറ്റ് ഒന്നും ഇടുന്നില്ല, കാരണം വെച്ചാൽ നമുക്ക് തന്നെ 15 കിലോ ഉണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോൺ നല്ല താപ്പ ചെവിയിൽ ആട്ടാൽ മതി. ഓക്കെ, 2 3 4 5 6. അതുപോലെ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ചെയ്യാം. പുതിയ മെഷീനെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അധികം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അടുത്ത വർക്കൗട്ടാണ് ലാറ്റ് റൈസ്. സോ നമ്മൾ ലാറ്റ് റൈസ് മിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ലാറ്ററൈസിന് വേണ്ടിയിട്ട് സോറി ഇവിടെ തന്നെ നമുക്ക് പട്ടിയെ ചെയ്യാം. ഓക്കെ, ആദ്യം കാല് രണ്ടും ഒരു പൊസിഷനിലിട്ട് സ്ട്രൈറ്റ് ചെയ്യാൻ കൂടി സ്റ്റെപ്പ് നല്ല നമ്മളെ വർക്കൗട്ട് ഏകദേശം കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കാർഡിയോ കൊടുക്കാൻ പോവാണ്. എയർ ബൈക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഈ കാർഡിയും കൂടെ കഴിഞ്ഞ് സ്ട്രെച്ച് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകും. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ജിമ്മിൽ നിന്ന് സ്ട്രെച്ചിങ് കൂടെ ചെയ്തായിരുന്നു. പിന്നെ ആൾ കൂടിയത് കൊണ്ടും പിന്നെ നമ്മുടെ കയ്യിൽ ചാർജ് പെട്ടെന്ന് തീർന്നു പോയി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരേ സമയം ഷോർട്സിനുള്ള വീഡിയോസ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ നമ്മളെ വ്ളോഗ്സിനുള്ള വീഡിയോസ് ഉണ്ടാക്കണം. അപ്പോൾ രണ്ടും കൂടി ആകുമ്പം നമുക്ക് ചാർജ് പെട്ടെന്ന് തീരുക. കാരണം വെച്ചാൽ ഇതൊന്നാമത് ഐഫോണാണ്, ഐഫോണിന് അധികം ബാറ്ററി പവർ താരതമ്യേന കുറവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം ഫുഡ് കഴിക്കണം. അപ്പം നമ്മളിപ്പം ഇപ്പോൾ എത്തിയതേ ഉള്ളൂ, എന്നിട്ട് പെട്ടെന്ന് പോയി കുളിച്ചു. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കണം. ഓക്കെ, നമ്മൾ സാധാരണ വർക്കൗട്ട് വന്ന് കഴിഞ്ഞ് കഴിക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ മുട്ടയാണ്. പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും കൂടെ കഴിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വർക്കൗട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം. കാരണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഫുഡിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിൽ അധികമാണ്. ഡെയിലി നമുക്ക് ഫുഡ് കഴിക്കണം.
അതായത് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് തന്നെ വേണം. വീട്ടിലുണ്ടാക്കുന്ന അരിഭക്ഷണമൊന്നും കഴിച്ചാൽ പോരാ. സോ അപ്പം ഇനി ഞാൻ എന്തായാലും മെല്ലെ മെല്ലെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടാവുന്ന, അതായത് ഫുഡിലാണ് മെയിനായിട്ട്, ഫുഡിലും വർക്കൗട്ടിലും സ്ലീപ്പിലുമാണ് നമ്മുടെ ബോഡി സെറ്റാവുക. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ഓക്കെ, നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് തൽക്കാലം അധികം കഴിക്കുന്നില്ല. ഓക്കെ, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡിന് പൈസ സേവ് വെച്ച് നമ്മൾ ഡയറ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഡയറ്റിന് വേണ്ടി അതായത് പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡിനെക്കാട്ടും പൈസ നമ്മൾ ഡയറ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വർക്കൗട്ട് ഡെയിലി ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് വലിയ രീതിക്കൊന്നുള്ള ഡയറ്റ് എടുക്കുന്നില്ല. നോർമൽ ഡയറ്റാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മളെ കൊണ്ട് ആവുന്ന പോലെ ഡയറ്റ് എടുക്കുന്നുള്ളൂ. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ എന്തായാലും നമ്മൾ ഡയറ്റും അടിപൊളിയാക്കാൻ നമ്മൾ നോക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ അടുത്ത വീഡിയോ നാളെ നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ട് തന്നെ ആയിരിക്കും. അപ്പം നാളത്തെ വീഡിയോ നമുക്ക് ഇതിലും മികച്ചതാക്കണം. ഇന്ന് ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ജിമ്മിലേക്ക് മാറിയിട്ട് 1 മന്തേ ആയുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ആ ജിമ്മ് നിർത്തേണ്ടി വന്നു. 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ആദ്യം പോകുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കഴിവതും വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്കാരെ ഉൾപ്പെടുത്താതെ ഇരിക്കാൻ നോക്കണം. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ നമ്മളുടെ വീഡിയോയിൽ വന്ന് അങ്ങനെ മുഖം കാണിക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. സോ അവർക്കൂടെ ഒരു ഡങ്ങറായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പിന്നെ അവരൊന്നും ഉൾപ്പെടുത്താണ്ട്, അതുപോലെ തന്നെ ലേഡീസിനൊന്നും ഉൾപ്പെടുത്താണ്ട് നമ്മൾ വ്ളോഗ് ചെയ്യണം, അത് നോക്കണം. പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം വർക്കൗട്ട് ചെയ്യണം ഒന്നാമത്, പിന്നെ റബ്സിൻ്റെ കാര്യമെല്ലാം നോക്കണം. പിന്നെ നമ്മൾ അത്രയും വർക്കൗട്ട് ചത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ട്രൈപോഡിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ മാറ്റണം. അപ്പം അതൊരു പ്രശ്നമുണ്ട്. പിന്നെ മൈക്ക് ഓഫായിനോ എന്നൊക്കെ നോക്കണം. അതിനിടയ്ക്ക് വെള്ളം കുടിക്കണം. അങ്ങനത്തെ കുറേ പണിയുണ്ട്. നമ്മൾ ചില്ലറ, അതായത് കഷ്ടപ്പാടുണ്ട്. നമ്മൾ വ്ളോഗ് ചെയ്യുന്നതിൽ കഷ്ടപ്പാടുണ്ട്. അതായത് ഡെയിലി ചെയ്യുമ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തോന്നും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലാത്ത കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാർഡായി തോന്നുക. അത് നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് ഓക്കെ ആയി തോന്നും. ഓക്കെ, ഞാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും യൂട്യൂബിൽ ഡെയിലി വ്ളോഗ്സ് ആയിരിക്കും. അതായത് അതിൽ വർക്കൗട്ടും ഉണ്ടാവും. പിന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്താണ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, അതായത് ഇൻസ്റ്റയിൽ എന്താണ് ഞാൻ പോസ്റ്റ് ചെയ്ത് കാണിക്കുക, അങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് വർക്കൗട്ട് വീഡിയോസും കാര്യങ്ങളും, ഓരോ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും, പിന്നെ കുറച്ച് ലൈഫിൽ നമുക്ക് വേണ്ട, അതായത് നമ്മൾ അതായത് നമ്മൾ സ്വയം നമ്മൾ ലൈഫിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു പേജായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിലാണെങ്കിലും നിങ്ങൾ ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാണ്ട് നിൽക്കില്ല. ഓക്കെ, സോ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ എന്തായാലും നമുക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് കണ്ടൻറ്റ് ഇട്ട് പോകാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മെല്ലത് മാറ്റാൻ നോക്കാം. ഇല്ലെങ്കിൽ അതായത് ഞാൻ പറയുന്ന ഫിറ്റ്നസ് കണ്ടൻറ്റ് ഓൾറെഡി നമ്മളെ പേജിലുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൈഫിൽ കുറച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം, അതായത് ഒരു സംഭവം ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം. ചിലപ്പം നിങ്ങൾക്ക് ഒരു കാര്യം തുടങ്ങണമെന്നുണ്ടാവും. അതിന് പല കാരണങ്ങളും പല പേടിയും കാരണങ്ങളും ഉണ്ടാവും. സോ അതൊക്കെ നമുക്കത് പറഞ്ഞ് അതായത് നമുക്ക് ഓരോ റീലായിട്ടിട്ട് നമുക്ക് ഓരോരാളെ കൊണ്ടത് അവരുദ്ദേശിക്കുന്ന കാര്യം ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ ഒരു പാർട്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരാളെ കൊണ്ടൊരു കാര്യം നമ്മളാൽ കഴിയുന്ന വിധം ചെയ്യിപ്പിക്കാൻ നോക്കി, അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളൊരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം. ഇപ്പോൾ എനിക്കൊരു വ്ളോഗ് ചെയ്യാൻ എനിക്ക് സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് വലിയ കാര്യമാണ്. അതായത് വീഡിയോ എടുത്ത ഒരാളെ അങ്ങനെയല്ല,
അതായത് നമ്മളിത് എപ്പെങ്കിലും ഈ വീഡിയോ സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സക്സസ്ഫുൾ ആവും എന്നുള്ള രീതിക്ക് ഒരാൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നീ ചെയ്യുന്നത് ശരിയാണ് എന്നൊക്കെ പറയാനൊരാളുണ്ടായിരുന്നെങ്കിൽ, അതായത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ചെയ്യാനുള്ള, അതായത് വീണ്ടും 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 ചെയ്യാനുള്ളൊരു പോസിറ്റീവ് എനർജി വേറെ തന്നെ ആയിരിക്കും. സോ അത്രയും കാര്യങ്ങൾ എനിക്ക് പിന്നെയും പറയണമെന്നുണ്ടായിരുന്നു. നമ്മളിത് ഡെയിലി തുടർന്നുകൊണ്ടിരിക്കും. നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മുടെ ബോഡി സെറ്റാക്കും. ഓക്കെ, സോ കീപ് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.